വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. അപ്പോൾ നമ്മൾ അടുത്തിടെ തന്നെ ഈ ടി ഫാമിലി വ്ലോഗിലെ ഷെമിയുടെ പ്രസവത്തിനെ കുറിച്ചിട്ടും അതിനോട് അനുബന്ധിച്ചിട്ട് അവരുടെ ചാനലിൽ ഷെയർ ചെയ്ത വീഡിയോസിനെയൊക്കെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ പുള്ളിയുടെ ചാനലിൽ വേറെ ഒരു വീഡിയോ ഷെമിയുടെ ഹസ്ബൻഡ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ വളരെ വിഷമത്തോടുകൂടെ പങ്കുവെച്ച ആ വീഡിയോ കാണാനിടയായപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതായത് ഈ ഷെമിയുടെ പ്രസവം, കുഞ്ഞിന് പ്രസവത്തിൽ തന്നെ ജീവനില്ലാതിരുന്ന ഒരു അവസ്ഥയും അതൊക്കെ കകപ്പാടെ അവർ മനസ്സ് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ടും ഷെമിയുടെ ഹസ്ബൻഡ് വന്നിട്ട് കാറിൽ ഇരുന്ന് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും പല വീഡിയോസും അതിനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. സാധാരണ ഈ മനുഷ്യർ വന്നിട്ട് അവരുടെ വികാരങ്ങൾ പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ലോകമെമ്പാടും അത് എല്ലാവരും കാണുന്നുണ്ട്. അതിൽ പലതരം വീഡിയോസ്, പല രീതിയിലുമുള്ള കണ്ടൻറ്റ് പലരും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓരോരുത്തരും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും അവർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തന്നെ നമുക്ക് യൂട്യൂബിൽ പോയാൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ നോക്കിയിടത്തോളം നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ചാനലുകൾ ഒരുപാടുണ്ട്. ഈ അടുത്തിടെ വരെ ഞാൻ ഈ ടി ഫാമിലി എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ കാണാനിടയാവുകയും അവരുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തിരുന്നതും കണ്ടിട്ടാണ് അത് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് ഇടവന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് അവരുടെ ക്രിയേഷൻ എന്താണെന്ന് പറഞ്ഞാലും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും, അതായത് ഫാമിലിയിൽ നടക്കുന്ന പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവരവരുടെ വീഡിയോസ് വഴി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ തീരുമാനമാണ് സ്വന്തം ചാനലിൽ എന്താണ് കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് താല്പര്യമില്ല. അവരുടെ ആഗ്രഹം വന്നിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒരു ഫാമിലിയെ പോലെ കണക്കാക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെ അനുഭവങ്ങളോ സംഭവങ്ങളോ അവരുടെ കുടുംബത്തിൽ നടന്നാലും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, നമ്മൾ അടുത്ത് തന്നെ ധാരാളം വീഡിയോസ് ഇതുപോലെയുള്ള പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളായാലും അവർ സന്തോഷമായാലും ഈ പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും കല്യാണങ്ങളെ കുറിച്ചിട്ടായാലും പല രീതിയിലും ഉള്ള കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് ധാരാളം ഫോളോവേഴ്സുമുണ്ട്, സബ്സ്ക്രൈബേഴ്സുമുണ്ട്. പിന്നെ അറിയാമല്ലോ, സാധാരണ മിക്കവാറും എല്ലാവരുടെയും ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാലും അടുത്തവർക്ക് നടക്കുന്ന അനുഭവങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് ഉത്സാഹവും ഉദ്വേഗവും ആകാംക്ഷയും ഉള്ള ധാരാളം പേരുണ്ട്. അപ്പം അവരൊക്കെ ഈ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ഫോളോ ചെയ്യുകയും എന്താണ് അവരുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യം ഉള്ളവരുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ടി ഫാമിലി വ്ളോഗ്സിൻ്റെ പുള്ളിക്കാരൻ വന്നിട്ട് വളരെ വേദനയോടെ അടുത്തൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ എല്ലാവരും വന്ന് അവർ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരു പറഞ്ഞ ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ അവയെ ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരെ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ പലതരം വിശ്വാസങ്ങളുണ്ട്. അതായത് ഒരു വിവാഹം നടക്കുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈശ്വര നിശ്ചയം അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ മനുഷ്യർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ള ആ ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവർ അവരുടെ കാര്യങ്ങളൊക്കെ യാതൊരു മടിയുമില്ലാതെയാണ് പബ്ലിക്കിൽ വന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിങ്ങനെ പറഞ്ഞു തീർക്കും എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞാനടുത്ത് വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു കുട്ടി ആവുമെന്ന് വിചാരിച്ചില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ
പിന്നെ വിദേശത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പ്രായമായവരെ കല്യാണം കഴിക്കുകയോ പ്രായം കുറഞ്ഞവരെ കല്യാണം കഴിക്കുകയോ ഒരുപാട് സ്ത്രീകൾ വയസ്സായിട്ട് പ്രസവിക്കുന്നവരുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ വളരെ സാധാരണമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇപ്പോൾ വിവാഹം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചെറുക്കന് പ്രായം പെണ്ണിനേക്കാളും കുറവാണെങ്കിലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരു നെറ്റി ചുളിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. അത് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ അതൊരു സാധാരണ ഒരു പതിവാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനിടയിൽ ആണ് ഈ TT ഫാമിലി വ്ളോഗ്സ് വന്നിട്ട് അവർ ആദ്യം മുതലേ അവരുടെ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ വളരെയധികം മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ആ അനുഭവം. അതായത് സാധാരണ ഒരു പ്രസവം എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും വളരെ സന്തോഷത്തോടെയും വളരെ ആഹ്ലാദത്തോടെയും വന്നിട്ട് പുതിയ ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കുന്ന പലരും അവരുടെ മുഖമൊക്കെ കണ്ടാലറിയാം ടെൻഷൻ ഉണ്ടാവും, എന്ത് നടക്കുന്നു എന്നുള്ളൊരു ഭയം ഉള്ളിൽ ഉണ്ടാവുമെങ്കിലും അതിൻ്റെയൊക്കെ ഒടുവിൽ ഇത്രയും ടെൻഷനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, മരുന്ന് വാങ്ങിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളും ടെസ്റ്റുകളുടെയൊക്കെ പിറകെ പോവുക, അത് കഴിഞ്ഞിട്ടും പ്രസവം നടന്ന കുഞ്ഞ് എന്താണ് എന്നറിയുന്നത് വരെയും അത് ഒരു വലിയൊരു മുൾമുനയിൽ തന്നെയാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ നല്ല രീതിയിൽ കിട്ടുമ്പോൾ ആ അനുഭവിച്ച പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ അങ്ങ് ഇല്ലാതാവുകയാണ്. പക്ഷേ ഇവർക്ക് സംഭവിച്ചതാണെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇവർക്ക് മാത്രമല്ല ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഈ ലേബർ വാർഡിൻ്റെ മുമ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് പേർക്ക് മോശപ്പെട്ട വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊക്കെ അവർക്ക് താങ്ങാൻ പോലും ഉള്ള ഒരു മനക്കരുത്ത് ഉണ്ടാകാറുമില്ല. പ്രത്യേകിച്ചും കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയുടെ അവസ്ഥ അത് വന്നിട്ട് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴേക്കും അവർ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകുന്നത് എന്നുള്ളത്. അതുമാത്രവുമല്ല പ്രസവം നടത്തുന്ന ഡോക്ടർക്കും ശരി, അത് ഇത്രയുമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അവസാനത്തെ ആ ഒരു നിമിഷം ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയുന്നത് ഒരു ഡോക്ടർക്കും വളരെയധികം അതൊരു വിഷമം പിടിച്ച ഒരു ഇത് തന്നെ ഒരു സന്ദർഭം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ പുള്ളി വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നത് ചെറുകിന് അപ്പോൾ ഞാൻ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉമ്മ വിളിക്കുന്നുണ്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഉമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വിളിച്ച് എന്തായി ഇത് കഴിഞ്ഞ് കുട്ടീനെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മ വിളിക്കുന്നത്. അപ്പോൾ എന്തായെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ ആയി ഫോൺ എടുത്തു. പക്ഷേ ഇനി ഒരു വാക്യം എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ കട്ട് ചെയ്ത് പിന്നെ ഉമ്മ വിളിച്ചു. ഉമ്മ ഇവിടെ അല്ല പുറത്താണ്. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് ഓക്കെ ഇനി ഞാൻ പറയുന്നുള്ള ഇത് മൈൻഡിൽ ഞാൻ ഫോൺ പിന്നെ എടുത്ത് പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒന്ന് നടന്ന് കണ്ടു ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് മെസ്സേജ് പ്രസവിച്ചിങ്ങനെ ഞാൻ കണ്ട് പെൺകുട്ടിയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം പിന്നെ എല്ലാവരും കൂടെ ബാക്കിയുള്ള ആൾക്കാരെ കുറേ ആൾക്കാർ വന്ന കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ കവർ എടുക്കാനല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ കവർ എടുക്കാം. കാരണം ഇപ്പോൾ നമ്മളിൽ പലരും വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ച് മടിയാണ് ഈ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ഇതിലോട്ടൊക്കെ വലിച്ചിഴയ്ക്കുമ്പോഴേക്കും. സാധാരണയായിട്ടും ഈ പബ്ലിക്കിലൊക്കെ ഇത് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചിട്ടൊക്കെ മറ്റുള്ളവർ അവരെ ആ ഒരു രീതിയിൽ കണ്ടിട്ട് അവർ പല അഭിപ്രായങ്ങളും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും ഈ ഫാമിലിയിലുള്ള ആൾക്കാരെ ഒന്നും ഇതിൽ വലിച്ചിഴയ്ക്കാറില്ല. പക്ഷേ ഈ ഫാമിലി വ്ളോഗേഴ്സിനാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അവർ ഓപ്പൺ മൈൻഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇതായിപ്പോയത് ഇല്ലാണ്ട് നമുക്ക് ഞാൻ പിടുത്തം വിട്ടുപോയതും ഞാൻ പറഞ്ഞല്ലോ ഉമ്മ കോൾ ചെയ്തപ്പോൾ അവർക്ക് പിടുത്തം വിട്ടു പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചപ്പോണേ അല്ല കുട്ടി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുട്ടി കൂടെ ആയിട്ട് ഭയങ്കര ഒരു പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും ഈ അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ കടന്നുപോയ ആൾക്കാർക്ക് ഇതിൻ്റെ ശരിക്കും പറയുന്നത് ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ
തോന്നരുത്. ഇനി സത്യം പറയുകയാണെങ്കിൽ ഇനിയൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിലൊന്നും ഇനി മുട്ടായിയൊക്കെ കൊടുക്കണത് അത് ഞാനിങ്ങനെ ചിന്തിക്കുക, ഓരോരുത്തരെ ഓരോ സന്തോഷം പങ്കിടുമ്പോൾ അവിടെ ദുഃഖമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് പാഠങ്ങളും അതിൽ നമുക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോൾ എനിക്കുള്ള എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റി. ഇപ്പോൾ വേറെ എല്ലാവരും ചിന്തിക്കുകയാണല്ലേ ലേബർ റൂമിൻ്റെ മുന്നിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെയല്ല, പല പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഹോസ്പിറ്റലിൽ തന്നെയല്ല, പല പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ചാനലിൽ വീഡിയോ ഷെയർ ചെയ്തത് പുള്ളിയുടെ വേദന പുള്ളി പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിൽ. കാരണം ഒരു പക്ഷേ പുള്ളി ചിന്തിക്കുന്നുണ്ടാവും പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇതൊക്കെ അങ്ങ് ഷെയർ ചെയ്യുമ്പോഴേക്കും പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും ഈ ഘട്ടത്തിൽ ധൈര്യം കൊടുക്കുന്ന നല്ലവരുമായിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നെഗറ്റീവ് കമൻറ്റ്സ് വഴി ഇവരെ കുത്തി നോവിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് പബ്ലിക്കിൽ വന്ന് പറയുന്നത് കൊണ്ടല്ലേ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് അതിന് കമൻറ്റ്സ് ഇടാനായിട്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ നേരിടാനായിട്ടുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാകണം എന്നും ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ ഈ ഷെമിയുടെ ഹസ്ബൻഡാണെങ്കിൽ പുള്ളിക്കാരൻ വളരെ വേദനയോടെയും കരച്ചിലൂടെയും സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വികാരം പുറത്ത് കാണിക്കുന്ന രീതി ഇതുപോലെ ആയത് പലർക്കും അതൊരു പ്രശ്നമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഓരോരോ വേദന നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കും പലപ്പോഴും സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പറ്റാറില്ല. മാത്രവുമല്ല ഈ വലിയവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് കുഞ്ഞ് ഒരു തരത്തിലും ഉത്തരവാദിയാകുന്നില്ല. ഇവിടെ നടന്നത് ആ കുഞ്ഞിൻ്റെ ആ വേർപിരിയൽ, അതിനെക്കുറിച്ചിട്ട് അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അങ്കലാപ്പിൽ ഇരിക്കുമ്പോഴേക്കും ആ ഒരു സന്ദർഭത്തിലെങ്കിലും ഇങ്ങനത്തെ കമൻസ് പലർക്കും ഒഴിവാക്കി പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ മനുഷ്യരായാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികവുമാണ്. പിന്നെ മനുഷ്യ സമൂഹത്തിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ഏതാണ് ഇങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങൾ ചുറ്റിലും നടക്കുന്നത് കാണുമ്പോഴേക്കും അതിൽ നിന്നും പല പാഠങ്ങളും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. കാരണം ഒരു പ്രസവത്തിന് പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ അവിടെ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് നടക്കാം. പിന്നെ ഓരോരുത്തരും അത് പല രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. മാത്രവുമല്ല ഇങ്ങനെ പല സംഭവങ്ങളും തന്നെ ഈ കല്യാണ വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ മുമ്പ് പല വീഡിയോസിൽ കാണിച്ചതുപോലെ വീണ്ടും വിചാരമില്ലാതെ പ്രേമിച്ച് പെട്ടെന്ന് പോയി കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് അനുഭവിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളാനുണ്ട്, പാഠങ്ങൾ പഠിക്കാനുണ്ട്. അനുഭവങ്ങളാണ് ഗുരു എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ധാരാളം സംഭവങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ തലമുറ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിയുമെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് അതിന് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.